ഞാൻ എൻ്റെ 30s ആധ്യാത്മികത പഠിച്ചു തുടങ്ങിയത്. നല്ല ഊർജ്ജമുള്ള സമയത്താണ് ഞാൻ ആധ്യാത്മികത പഠിച്ചു തുടങ്ങുന്നത്. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ തലമുടിയും താടിയൊക്കെ നരച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ചെറുപ്പത്തിലേ തന്നെ നര വന്നതുകൊണ്ട് പാരമ്പര്യം അറിയാമല്ലോ, എനിക്ക് നര വന്നു. അപ്പോൾ എൻ്റെ മുടി നരച്ചുപോയി. അപ്പോൾ ആധ്യാത്മികത പഠിച്ചു വന്നപ്പം ഞാൻ ഈ ലൗകികതയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കുറേ വർഷം എനിക്ക് വെളുത്ത മുടിയും വെളുത്ത താടിയായിട്ടാണ്. വിദ്യ കണ്ടിട്ടുണ്ടാവും എൻ്റെ പഴയ ഫോട്ടോകൾ. അപ്പോൾ അതിപ്പം ബിഗ് ബോസിൽ പോയപ്പം ഞാൻ കറുപ്പിച്ചു. ഇത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആക്ച്വലി ബിഗ് ബോസിൽ പോയപ്പോൾ കറുപ്പിച്ചല്ല. എൻ്റെ അമ്മ അമ്മ ഏപ്രിൽ 23, 2019 മെയ് 23 അമ്മ ഇവിടുന്ന് പോയപ്പോൾ അമ്മയുടെ ആഗ്രഹമായിരുന്നു നീ താടി എടുക്കണം, കളറടിക്കണം, വീണ്ടും കല്യാണം കഴിക്കണം. അപ്പം അമ്മ ആദ്യം പറഞ്ഞത് ഞാൻ സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. മറ്റേതിനെക്കുറിച്ച് എനിക്കത് അങ്ങോട്ട് പോസിബിളായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്നതുകൊണ്ട് അതൊക്കെ മാച്ചിങ് ആയി വരുമോ എന്നൊക്കെ എനിക്ക് അതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ല. അപ്പോൾ ഞാൻ ചാരിറ്റിയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, മാനവസേവ, മാധവസേവ. അപ്പോൾ എൻ്റെ തലമുടി ഞാൻ കറുപ്പിച്ചത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ കറുപ്പിച്ചുകൊണ്ട് കിടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ലാലേട്ടൻ എന്ന് പറയുന്ന മഹാനായ പ്രതിഭ 60s ഇത്രയും തകർത്ത് പെർഫോമൻസ് നടത്തുന്നു. മമ്മൂക്ക 70s ഇത്രയും തകർത്ത് പെർഫോമൻസ് നടക്കുന്നു. അമിതാഭ് ബച്ചൻ ഉൾപ്പെടെ രജനീകാന്ത് സാറിൻ്റെ അറിയാം 80s എത്തിക്കൊണ്ടിരിക്കുന്നു, 80s തകർത്ത്. ഞാൻ അവിടെ ആ പ്രായത്തിലൊക്കെ എത്താൻ ഇനി 20-30 വർഷങ്ങൾ കൊണ്ട് മോളെ, എനിക്കതൊന്നും ആയിട്ടില്ല. ഇനിയും 10-30 വർഷക്കാലം ഞാൻ ആരോഗ്യത്തോടെ സാമൂഹ്യ സേവനം നടത്താനും ഒരുപാട് പേരെ സഹായിക്കാനുമാണ് ഞാൻ സിനിമാ മേഖലയിൽ ഇറങ്ങിയത്. എന്നെ ഈ 2 രോമം നരച്ചിരിക്കുന്നതുകൊണ്ട് കിളവനെന്നും വയസ്സിനെന്നും പറഞ്ഞിറക്കുന്നതിന് പകരം ആദ്യം ആൾക്കാരുടെ എനർജി എന്താണ്, അവിടെ പവർ എന്താണെന്നൊക്കെ ആ പൊട്ടൻഷ്യാലിറ്റി, ഊർജ്ജം മനസ്സിലാക്കി വേണ്ടേ പ്രവർത്തിക്കാൻ. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ആലോചിച്ചു, അതാണ് സംഭവം. അപ്പം ഞാനിന്ന് എൻ്റെ വഴിയിലൂടെ ആരെയും ദോഷപ്പെടുത്താതെ സമൂഹത്തിൽ നന്മകളും ചെയ്ത് ഒരുപാട് പേർക്ക്, ഞാനൊക്കെ ജീവിച്ചിരുന്നാൽ ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവും. ആരെയും ദ്രോഹിക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെയുള്ള എന്നെ പോലെയുള്ള ധാരാളം പേരുണ്ട്. മിക്കവാറും നല്ല വ്യക്തികളാണ് ഏറ്റവും ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു പോയിന്റ് ഇത് ചേർത്ത് തന്നെ പറയുന്നു. മഹാഭാരതത്തിൽ കൃഷ്ണൻ പറയുന്ന പോലെ സമൂഹത്തിൽ അധർമ്മം ബാധിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് കുറേ അധർമ്മികൾ അധർമ്മം ചെയ്യുന്നതുകൊണ്ടല്ല. അധർമ്മം അറിയാമെന്നുള്ള ബഹുഭൂരിപക്ഷം പേരുടെയും നിശബ്ദതയാണ് യഥാർത്ഥത്തിൽ അധർമ്മികൾ കയറി പെരുകുന്ന, അധർമ്മികൾ ഇത്രയും അധർമ്മം പ്രവർത്തിക്കാൻ കാരണം. അതുകൊണ്ട് മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യക്കും കർണനുമാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ. കാരണം 101 കൗരവരെന്ന് പറയുന്നവരുടെ അധർമ്മത്തെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ശരിയാണോ? അപ്പം മക്കൾ ഉണ്ടാക്കുന്ന തെറ്റുകൾ മാതാപിതാക്കളും അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സമൂഹത്തിൽ പല അധർമ്മങ്ങളും നടക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന നല്ല മനുഷ്യരെന്ന് നമ്മൾ പറയുന്നവരും ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊന്നും ഈ ചാനലിൻ്റെ അടിയിൽ ഈ വൃത്തികെട്ട കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന, മോശം എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് അവരെനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇടൂല. എന്തുകൊണ്ട് ഇടൂല? ഈ അളിഞ്ഞവരുടെ ഇടയിൽ പോയി ഇരിക്കേണ്ട ആവശ്യം അവർക്കില്ല. പക്ഷെ അവരുടെ ഗുഡ് ബുക്കിൽ അവരുടെ ഉള്ളിൽ ആരുണ്ട്, എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ധർമ്മിഷ്ഠരാണ് ധാരാളം പേര്. പക്ഷെ അധർമ്മികളുടെ ഇടയിൽ അവർ സൈലൻ്റ് ആയിരിക്കുന്നു. അവർക്ക് വേണ്ട സമയം വരുമ്പം അവരെന്നെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അതാണ് ബിഗ് ബോസ് ഷോയിലൂടെ നമ്മൾ കണ്ടതല്ലേ? കണ്ടല്ലോ. ബിഗ് ബോസ് ഷോയിൽ ഒന്നുമല്ലാത്ത ഞാൻ, വെറും നിസ്സാരനായ ഞാൻ, ഒരു കോമൺ മാനായിട്ടുള്ള ഞാൻ ഇത്രത്തോളം വളർന്നു കയറിയപ്പോൾ കുറേ പേർക്ക് സഹിച്ചില്ല. ആ സഹിക്കാത്തതിൻ്റെ അവസ്ഥയാണ് എയർപോർട്ടിൽ ഞാൻ വന്നിറങ്ങിയപ്പോൾ ഞാൻ തെറ്റുപോലും ചെയ്യാതെ എനിക്കെതിരെ 2 കേസുകളും 67,000 രൂപ വക്കീലന്മാർക്കും കൊടുത്ത് ഹൈക്കോടതി അവസാനം അത് തള്ളിക്കളഞ്ഞത്. എൻ്റെ പാസ്പോർട്ട് വരെ സീസ് ചെയ്ത് വെച്ചില്ലേ. എന്തൊക്കെ പീഡനം അനുഭവിച്ചത്. കാരണം ഒരു സാധാരണക്കാരൻ കയറി വരുന്നത് സഹായിക്കാൻ ഇവിടെ ഞാൻ മലയാളിയായി പോയതാണ് ഈ കുഴപ്പം. തമിഴിനാണെങ്കിൽ പോലും എന്നെ വളർത്തുമെന്ന് എനിക്ക് തോന്നുമായിരുന്നു. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഞാനുണ്ട്. അവർ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ട സമയം അവർ സംസാരിച്ചോളും, പ്രതികരിച്ചോളും. ആ ഉറപ്പ് എനിക്കുണ്ട്. അതായത് സാറേ, ഇനി ആരെ ഇതിനെപ്പറ്റി എന്തൊക്കെ പറഞ്ഞാലും സാർ എന്താണോ അതായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിനപ്പുറത്തേക്ക് ആരുടെ വാക്കുകളും നമ്മളെ തളർത്താൻ ആയിട്ടില്ല.